ശരിക്കും പാട്ട് പാടാൻ അറിയാത്ത എനിക്ക് പോലും ഇവിടെ വന്നിട്ട് ഈ മനോഹര ഗാനം ഓർത്ത് പാടാൻ വേണ്ടി തോന്നി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വലിയ പറമ്പ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ടോട്ടൽ 24 കിലോമീറ്റർ ആണ് വരുന്നത്. ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. കായലും കടലും ഒന്നിക്കുന്ന ബ്യൂട്ടിഫുൾ സ്പോട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇത് കവ്വായി കായലാണ് ആൻഡ് തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടലാണ്. ഈ ഒരു ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 25ഓളം വരുന്ന സ്ത്രീകൾ നടത്തുന്ന ഒരു ഹോം സ്റ്റേ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ലേഡി ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട്, അതായത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒപ്പം തന്നെ ലേഡീസിനെയും ഷീ ടൂറിസവും അതിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് ഇപ്പം കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ നടന്നു വരികയാണ്. ആൻഡ് ഇതാ നമ്മൾ അറബിക്കടലെത്തി. ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു വഴി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻഡിൽ നമുക്ക് തൊട്ടടുത്ത് കായലും കടലും കാണുന്ന രീതിയിൽ തന്നെയുള്ളൊരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ വിശാലമായ നമ്മുടെ അറബിക്കടൽ. ആർത്തിരമ്പുന്ന അറബിക്കടലിനെയും ഒപ്പം തന്നെ കവ്വായി കായലിനെയും ഒരേ സമയം പ്രണയിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്പോട്ടാണ് ഇതുപോലുള്ള ഹോം സ്റ്റേസ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ശരിക്കും ഒരു ഡബിൾ ബെഡ്റൂം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വളരെ സ്വാദിഷ്ടമായ ഫുഡ്, അതായത് നാടൻ ശൈലിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തരുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള വളരെ രസമുള്ള ഫുഡ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഹലോ ചേച്ചി, ഹായ്. ഞാൻ ഇവിടെ അടിപൊളി ഹോം സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ 25ഓളം വരുന്ന കുടുംബശ്രീ പിന്നെ ഹോം സ്റ്റേകൾ ഇപ്പോൾ ഉണ്ടല്ലേ? ഓക്കെ. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഓടിട്ടിട്ടുള്ള ഒരു വീടും ആംബിയൻസ് ഇവിടെ മാത്രമാണ്. അത് 55 വർഷത്തെ പഴക്കമുണ്ട് വീട്. ഇവിടെ ഇപ്പൊ നമുക്ക് റൂം വരുന്നത് പിന്നെ ഡബിൾ ബെഡ്റൂം ആണ് അല്ലെ? 2 3 ആൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിലും അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. ബാത്റൂം സൗകര്യം ഉണ്ട്. എന്തായാലും ഞാൻ രാവിലെ മുതൽ ഷൂട്ടിൽ ഇത് കുറെ കാര്യങ്ങൾ കാണാൻ ഇറങ്ങിയ. പഴംപൊരിയാണോ സ്പെഷ്യല്? സാധാരണ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്? ഭക്ഷണത്തിന് ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റുന്നത് നല്ല ഫ്രഷ് മീനാണ്, പിടിച്ച പാട് കിട്ടുന്ന. അതെ, അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതായത് പിടിച്ച പാടുള്ളൊരു മീന് ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് അപൂർവമാണ്. പക്ഷെ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു വീട്ടിൽ മാത്രമല്ല, ഇവിടെ ഏത് 25 വീട്ടിൽ ഏത് ഹോം സ്റ്റേയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് മീന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടാലും കറി വെച്ചിട്ടെല്ലാം കൊടുക്കും അല്ലേ? എല്ലാം കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചൂടോടെ ചുട്ടെടുത്ത പഴംപൊരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് പഴംപൊരി? സൂപ്പർ ചേച്ചി, അടിപൊളി. ശരിക്കും നാടൻ വെളിച്ചെണ്ണ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടല്ലേ? നാടൻ തേങ്ങ കൊപ്പരാക്കി ഉണക്കി ആട്ടിയിട്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുന്നതാണ്. ഓക്കെ. ഇങ്ങനെ നാടൻ പലഹാരങ്ങളും കഴിച്ചുകൊണ്ട് ഈ ഒരു ചാരുപടീൻ്റെ ആംബിയൻസിലൊക്കെ പുതിയ തലമുറക്ക് ശരിക്കും അറിയുമോ? ഇത്തരത്തിലുള്ള ചാരുപടി ആയാലും ഈ ഓടിട്ട വീടായാലും ഇതെല്ലാം ശരിക്കും അറിയാത്തൊരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മോടൊപ്പം ചെയ്യുന്നത് രജനീച്ചയാണ്. കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഹോം സ്റ്റേ പദ്ധതിയിൽ ആളും ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തുകൊണ്ടാണ് കുടുംബശ്രീയിലെ ഈ ഒരു ഹോം സ്റ്റേയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്? നമ്മുടെ നാട് അത്രയും മനോഹരമായൊരു നാടാണ്. അപ്പം ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭാവിയിൽ ഇവിടെ എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ കുടുംബശ്രീയുടെ കീഴിൽ ഇങ്ങനെ ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു. മഴയൊക്കെ ആസ്വദിച്ച് ഒരു ട്രഡീഷണൽ വീടിന്റെ ആംബിയൻസ് വിത്ത് മോഡേൺ എമ്യൂണിറ്റീസിൽ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ കിട്ടിയാലോ? അത്തരത്തിലുള്ള ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ കാണുന്നതും ഈ കാണുന്നതും സെയിം എക്സാക്ട് കോപ്പി ആയിട്ടുള്ള വീടാണ്. ഒരു ട്വിൻസിന്റെ വീടാണ്. പക്ഷേ ഈ വീടാണ് നമ്മുടെ ഹോം സ്റ്റേക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അകത്തെ കാഴ്ചകളും ഇവിടുത്തെ വീട്ടുകാരെയും നമുക്ക് പരിചയപ്പെടാം. ഒരു നാടിന്റെ തന്നെ സമഗ്ര വികസനം ടൂറിസത്തിലൂടെ കണ്ടെത്തുകയാണ് നമ്മുടെ ഗവൺമെന്റ്.
ഈ ഒരു നാട് മൊത്തത്തിൽ ഈ ഒരു ടൂറിസം ഡെവലപ്മെന്റിലൂടെ ഡെവലപ്പ് ആവാൻ വേണ്ടി പോവുകയാണ്. ഓരോ ഹോം സ്റ്റേ ആയാലും അല്ലെ ഓരോ വികസന പദ്ധതികളായാലും ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് വളരെ മികച്ച രീതിയിൽ ഇവിടെ നടന്നു പോകുന്നത്. മാത്രമല്ല പരമ്പരാഗതമായിട്ട് എന്തൊക്കെ സ്വത്തുക്കളാണ് നമുക്കുള്ളത് അതൊക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഓരോ ടൂറിസം പദ്ധതികളും ഒരുക്കിയിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വീടിന്റെ ആംബിയൻസിൽ മോഡേൺ എമ്യൂണിറ്റീസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹോം സ്റ്റേയിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ വീട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് ചേച്ചി, പേരെന്താണ്? എൻ്റെ പേര് ശോഭന. ശോഭന അല്ലേ. ഇവിടെ ഇപ്പം എത്ര റൂമാണ് നമ്മൾ ഹോം സ്റ്റേക്ക് ആയിട്ട് റെഡിയാക്കിയിട്ടുള്ളത്? റൂം റെഡിയാക്കിയാണ്. രണ്ടും ഡബിൾ കോട്ട് റൂം തന്നെ. കുടുംബശ്രീ CDSന്റെ മുഖാന്തരം അന്ന് ഈ ഹോം സ്റ്റേ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും നല്ലൊരു വീട്ടില് നമുക്ക് കുറെ അതിഥികളെ കിട്ടി അല്ലേ? കിട്ടും. പിന്നെ ഒരു വരുമാനം കൂടിയാണ്. അതാണ് മെയിനായിട്ട് നമ്മ കാണുന്നത്, വരുമാനമാണ്. അതെ അതെ. ഇവർക്കെല്ലാവർക്കും ഇത്തരത്തിലൊരു ഐഡിയ നൽകിക്കൊണ്ട് ഈ എന്തൊക്കെയാണ് ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്ത് ചെയ്തൊരു വ്യക്തിയാണ്. രാജേട്ടാ, എങ്ങനെയായിരുന്നു ഈ ഒരു കുടുംബശ്രീ ഹോം സ്റ്റേ എന്ന പദ്ധതിയിലേക്ക് എത്തിച്ചേർന്നത്? നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം നമ്മുടെ സ്ത്രീകൾ എല്ലാ മേഖലയിലും സംരംഭം ചെയ്തു വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വിവിധ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിനോദസഞ്ചാര മേഖലയാണ്. അപ്പോൾ കടലിൻ്റെയും പുഴയുടെയും നടുക്കുള്ള ഈ ഒരു ഗ്രാമപഞ്ചായത്ത് പൊതുവെ മറ്റ് വിവിധ രീതിയിലുള്ള സംരംഭങ്ങൾക്ക് പൊതുവെ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധ്യത എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ്. സാധാരണ സ്ത്രീകൾ ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ, വിദേശികളെ ഉൾപ്പെടെ എങ്ങനെ താമസിപ്പിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ഉണ്ടായ ഒരു കടമ്പ എന്ന് പറയുന്നത്.